ഗെറ്റ് റെഡി സിറ്റിസൺസ്, പെട്ടെന്ന് പറയാം കാരണം 3 മിനിറ്റല്ലേ ഉള്ളൂ. ഇത് യൂട്യൂബിൽ നിന്ന് എടുത്ത ഒരു തമ്പനിൽ നിന്ന് കിട്ടിയതാണ്. ടീക്ക് വുഡ് ഇത്രയും വില കുറച്ച് വേറെ ഒരിടത്ത് നിന്നും കിട്ടില്ല. പക്ഷേ അതിൻ്റെ താഴെ പല മരങ്ങളും ഇവിടെ ഉണ്ട് എന്നും കൂടിയുണ്ട്. അപ്പോൾ പിന്നെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് പറയാനാണ്. നല്ല രസമാണ്. അങ്ങനെ പഞ്ചായത്ത് നമ്മളെ ആറങ്കൻ്റെ അടുത്ത ഒരു മരം ഭീഷണിയായിട്ട് PWDയിൽ കൊടുത്തതാണ്. PWD പറഞ്ഞത് പഞ്ചായത്ത് കമ്മിറ്റി അപ്രൂവൽ ചെയ്ത പാട് ആ മരം മുറിക്കും. അങ്ങനെയാണ് PWD എഞ്ചിനീയർ പറഞ്ഞു തന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ബാക്കിൽ പോയിട്ടില്ല. കാരണം യാത്രകൾ പെട്ടെന്ന് കയറി വരും, വിളികൾ വരും, അറസ്റ്റ് നടക്കും, അങ്ങനെ എന്തെല്ലാം ഉണ്ടാവുമല്ല. കാരണം നല്ലവനെ പിടിച്ചുവിടല്ലേ ഉള്ളിലിടാനല്ല എല്ലാവർക്കും തിരക്ക്. നമുക്ക് ശരിയാക്കാം. അങ്ങനെ PWD പറഞ്ഞ് ട്രീ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്, ട്രീ കമ്മിറ്റി. കമ്മിറ്റിയെല്ലാം വന്നിട്ടാ നാട്ടുകാരെ വഴിയും കാര്യങ്ങളെല്ലാം തടഞ്ഞിട്ട് റോഡും വന്നിട്ട് രണ്ടാൾ കുശലം പറയാന്. എന്നിട്ട് 112 വിളിച്ചിട്ടാണ് അന്നത്തെ മരം മുറിക്ക് ഒരു തീരുമാനമാക്കണം എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാത്തും കാണുന്നില്ല, എല്ലാം എടുത്തിട്ട് ഓടിപ്പോയി. ട്രീ കമ്മിറ്റിനെ പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ കൂളിംഗ് ക്ലാസ് ഇട്ട ഒരു ഷെഫീർ സാർ അവിടെ ഉണ്ടായിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെഫീർ സാറോട് ചോദിക്കണോ മരം KL13 വണ്ടി എടുത്തിട്ട് എങ്ങോട്ടേക്കാണ് പോയിന്. ഷെഫീർ സാർ ചിലപ്പോൾ സത്യം പറയും. കൂളിംഗ് ക്ലാസ്സെല്ലാം ഇട്ടിട്ടാണ് നിന്നിന്. അപ്പോൾ ഇതിൽ 10 ആളും കളവ് പറയും, 10 ആളും ഒരേപോലെ കളവ് പറയില്ല. അതിൽ ഒരാൾ ചിലപ്പോൾ സത്യം പറയും. അപ്പോൾ കമ്മിറ്റിയിൽ ഫാരിസ ടീച്ചറും ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നാലും പറഞ്ഞിന്. അപ്പോൾ അതും കമ്മിറ്റിയാണോ? അപ്പോൾ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മെമ്പേഴ്സും ആണോ കമ്മിറ്റി? പിന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസും കമ്മിറ്റിയിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം നാടകമേ ഉലകമേ അങ്ങനെ കണ്ടുപിടിച്ച് ഇന്ത്യൻ സിരീസ് മരം വില കുറച്ച് കിട്ടുന്നത് എങ്ങനാ? ചന്ദന മരം കളവ് പോയിട്ട് പായങ്ങാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതും കൂടി പറയാ, പായങ്ങാടി പോലീസ് ചന്ദന മരം കേസ് രജിസ്റ്റർ ചെയ്യും. കാരണം ഫോറസ്റ്റ് ഓഫീസർ സനൂപ് സാറ് പറഞ്ഞത് ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യാത്തത് നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ്. അപ്പോൾ ഇവരെല്ലാം നിങ്ങൾ എന്തെങ്കിലും അപ്പുറം അഡ്ജസ്റ്റ്മെൻറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ BJP സമരം തടയാൻ പറഞ്ഞിട്ട് സിറ്റിസന്മാരെ തടഞ്ഞിനി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ശരിയാക്കിപ്പാ. എന്നിട്ട് നമ്മളെ നാട് നമുക്ക് തിരിച്ചു പിടിച്ചേ. കാക്കിലെ കലാകാരന്മാരെല്ലാം ഇറങ്ങിപ്പോ. നിങ്ങൾക്ക് 2 ശമ്പളവും, കാക്കിലെ കലാകാരന്മാർ ഇനി വേണ്ട, 2 ശമ്പളം വാങ്ങലപ്പാ. അപ്പോൾ പറയാനുള്ളത് കണ്ടുപിടിച്ച് കമ്മിറ്റി. ഷെഫീർ സാറിന് കണ്ണട ഇട്ടിട്ട് വൈറ്റ് കാർഡെല്ലാം ആക്കി എടുത്തിന്. ഷെഫീർ സാർ ഒന്ന് തൂക്കിയാന്ന് പറഞ്ഞാൽ തൂക്കിക്കൊണ്ടുവരാനല്ല, ഒന്ന് മല്ല പോയി ചോദിക്കണേ. തിരിച്ചെടുത്ത് തൂക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി.